ക്യാമ്പിനകത്ത് താമസിക്കുന്ന ആളുകളെ കാണാൻ വരുന്നവരുണ്ടാവും. ആ കാണാൻ വരുന്നവരും ക്യാമ്പിനകത്ത് പോയി കാണാൻ പറ്റില്ല. കാരണം ക്യാമ്പിനകത്ത് ആ വീട് മാത്രമല്ല, പല വീടുകളുണ്ട്. അപ്പോൾ പല വീടുകളുടെയും സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ ക്യാമ്പിന് പുറത്ത് ഒരു റിസപ്ഷൻ പോലൊരു സ്ഥലം ഒരുക്കും. അവിടെ വെച്ച് കാണുക, സംസാരിക്കുക, തിരിച്ചു പോവുക. ഈ ക്രമീകരണം ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യാമ്പിനകത്ത് തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളടക്കമുള്ള ജനപ്രതിനിധികൾ, അതേപോലെ ഉദ്യോഗസ്ഥ വൃന്ദം നല്ല രീതിയിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആവശ്യമായ കാര്യങ്ങൾ സഹായിച്ച് എത്തിച്ചു കൊടുക്കാൻ അവർ നടപടികൾ എടുക്കുന്നുണ്ട്. നേരിട്ട് സഹായം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ അനുവദിക്കാൻ പറ്റില്ല. അത് ശരിയായ രീതിയല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പിന്നെയൊരു പ്രധാന പ്രശ്നമുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്നാണ് കണ്ടിട്ടുള്ളത്. നല്ല പ്രാമുഖ്യം അതിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊരു ക്രമീകരണം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശഭരണ സ്ഥാപനവും കൂടി ഉണ്ടാക്കണം. അത് തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ കുട്ടി ആ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികളെ ഒന്നിച്ചിരുത്താൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുക എന്ന് പറയുന്നത് പ്രായോഗികമാകില്ല. പക്ഷേ വിദ്യാഭ്യാസം മുടങ്ങാനും പാടില്ല. ആ തരത്തിലൊരു ക്രമീകരണം ഉണ്ടാക്കുക. പിന്നീട് സാധാരണ നിലക്കുള്ള ക്ലാസിൻ്റെ ക്രമീകരണങ്ങളിലേക്ക് കടക്കാമെന്നാണ് കണ്ടിട്ടുള്ളത്. ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം ഏറ്റ മാനസികാഘാതമാണ്. അത് പ്രതീക്ഷിക്കാവുന്നതിനെല്ലാം അപ്പുറത്താണ്. അപ്പോൾ ആവശ്യമായത്ര കൗൺസിലിംഗ് അവർക്ക് നൽകണം തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വിവിധ മാനസിക വിദഗ്ധർ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ഇനിയും ആളുകൾ വേണ്ടതായിട്ട് വരും. അതിന് പറ്റിയ ഏജൻസികളെ അടക്കം ഇതിൻ്റെ ഭാഗമാക്കി കാര്യങ്ങൾ നീക്കണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ സ്നേഹപൂർവ്വം അവിടുന്ന് മാറ്റിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലരും അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. ആ ശ്രമം തുടരും. പക്ഷേ ഭക്ഷണം കൃത്യമായിട്ട് അവർക്ക് എത്തിക്കുക എന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ നടപടികളായിട്ട് സ്വീകരിക്കുന്നുണ്ട്.